എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അപ്പൊ ഇന്നത്തെ വിശേഷത്തിന്റെ ബാക്കി ഉച്ചയ്ക്ക് ഒരു 1:30-2 മണിക്ക് ഉള്ള സമയത്ത് ഞാൻ നാളത്തെ വിശേഷം ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ. അത് അപ്പൊ ഇന്നത്തെ വിശേഷത്തെ കാണിക്കണേ. അങ്ങനെ ആകെപ്പാടെ ടെൻഷനിൽ ഇരിക്കുവായിരുന്നു ശ്രുതി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ശ്രുതിനെ മീര് ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ശ്രുതിയുടെ മനസ്സിൽ വെച്ച ഒരു കടലെരുമ്പെന്ന പോലെ സങ്കടങ്ങൾ ഇങ്ങനെ തെരി അടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഈ സമയത്ത് മാല കെട്ടിക്കൊണ്ടിരിക്കുന്ന രേവതിയോട് ദേവി ചോദിച്ചു, പണ്ടത്തെ പോലെ ഒന്നും അല്ല സച്ചിയേട്ടൻ. ഇപ്പൊ സച്ചിയേട്ടന് ഭയങ്കര സ്നേഹമാ ചേച്ചിയോടല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ലക്ഷ്മിയൻ പറഞ്ഞു, അത് പിന്നെ അങ്ങനെ അല്ലാതിരിക്കുവോ? എന്തൊക്കെയായിരുന്നു എനിക്ക് ഈ കല്യാണം വേണ്ട, കല്യാണത്തിന് ശേഷമാണെങ്കിൽ എനിക്കിഷ്ടമില്ല, ഞാൻ വീട്ടിൽ വന്ന് നിൽക്കുമെന്നൊക്കെ എനിക്ക് അപ്പോഴേ അറിയായിരുന്നു സച്ചിൻ നല്ലയാളാന്ന്. ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു, അതെ അച്ഛമ്മയുടെ വീട്ടിൽ പോയി വന്നതിന് ശേഷം നല്ല മാറ്റമുണ്ട്. ഇപ്പൊ മദ്യപിക്കാറൊന്നും ഇല്ലെന്ന് പറയാം. ദേവ് പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ തമ്മിൽ നല്ല പ്രണയത്തിലല്ലേന്ന് ചോദിക്കണം. ഇതാണ് ലക്ഷ്മി പറഞ്ഞു, ഇവളെന്തൊക്കെയാ പെണ്ണ് പറയണേ, അതെന്താ കല്യാണം കഴിഞ്ഞവർ തമ്മിൽ പ്രണയിച്ചു കൂടെന്ന് ചോദിക്കണം. പെട്ടെന്ന് രേവതി, അതെ ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ, അവിടെ ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടോന്ന് അറിയത്തില്ല, ബാക്കി നിങ്ങൾ കേട്ടാലും പറഞ്ഞ് രേവതി അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാണ്. ഈ സമയത്ത് ബാമയും ചന്ദ്രമതിയും കൂടെ നേരെ പൂജാരിയുടെ അടുത്തേക്ക് ഇല്ലുവാണ്. ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു തരേണ്ടതുണ്ടോന്ന് ചോദിക്കേ. ഒന്നുമില്ലാന്ന് പറയണം. ഈ സമയം രേവതി അങ്ങോട്ട് ചെന്നു. രേവതി അവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ തിരുമേന്റെ അടുത്ത് എന്ന് ചോദിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം രേവതിയാണ് ഇതിനു മുമ്പ് ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന സമയത്തും വിവാഹങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തിരുമേനെ സഹായിച്ചുകൊണ്ടിരുന്നേ. പൂവൊക്കെ ഇറക്കാനും ഒരുക്കാനും എല്ലാം സഹായിച്ചുകൊണ്ടിരുന്നേ. അങ്ങനെ ചന്ദ്രമതിയും ബാമയും കൂടെ അങ്ങോട്ട് നടന്നു വരുമ്പോഴാണ് ചന്ദ്രമതി അടുത്തേക്ക് കല്യാണത്തിന് വിളിച്ചൊരു ചെറുപ്പക്കാരിയും കൂടെ അങ്ങോട്ട് വരുന്നത്. വന്നിട്ട് ചോദിച്ചു, അല്ല എന്താ ചന്ദ്രമതി ചേച്ചി ക്ഷേത്രത്തിൽ വെച്ച് നടത്താന്ന് വെച്ചേ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താത്ത എന്താന്ന് ചോദിക്കാം. പെട്ടെന്ന് ചന്ദ്രമതി, അതോ അവന്റെ ജാതകത്തിൽ ചെറിയ ദോഷങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ മാറണമെങ്കിൽ ക്ഷേത്രത്തിൽ വെച്ച് നടത്തണം പോലും, അതുകൊണ്ടാ. അപ്പൊ നേരത്തെ ജാതകം ഒന്നും നോക്കാതെയാണോ കല്യാണം ഉറപ്പിച്ചേ? നേരത്തെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണോ നടത്തിയത്, അതുകൊണ്ടാണോ ഇനി ശ്രുതി ഓടിപ്പോയെന്ന് ചോദിക്കാം. മുഖത്തടിയേറ്റോലേ പോയി, എന്തേലും പറയാനുണ്ടോ? പെട്ടെന്ന് ആ പെൺകുട്ടി ചോദിച്ചു, അല്ല ഇത്തവണ അങ്ങനെ തന്നെയാണോ, ശ്രുതി ഉണ്ടോന്ന് ചോദിക്കുകയാണ്. വാ പറഞ്ഞു, ശ്രുതി ഒക്കെയുണ്ട്, ദേ അവിടെ ചായ ഉണ്ട്, നിങ്ങൾ പോയി ചായ കുടിക്കുക എന്ന് പറഞ്ഞിട്ട് ബാ ചന്ദ്രയെന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതിനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാം. കേട്ടില്ല അവറ്റോട് പറഞ്ഞു കളിയാക്കിയത്. എന്റെ ചന്ദ്ര ഇങ്ങനെയൊക്കെ ഉണ്ടാവും, അവനൊന്ന് ഓടിപ്പോയതല്ലേ, അതുകൊണ്ട് ആൾക്കാർ ചോദിക്കോ മിണ്ടാതെ കേട്ടോണ്ട് നിൽക്കാനേ പറ്റുള്ളൂ, എതിർത്തൊന്നും പറയാൻ പറ്റില്ല, കാര്യം അറിയാലോ എന്ന് പറയണം. വീണ്ടും അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോ തിരുമേന്റെ അടുത്തുനിന്ന് പൂവൊക്കെ ഒരുക്കുന്ന രേവതിനെ കണ്ടു. നീ ഇവിടെ എന്നെ എടുക്കോ, നീ ഇങ്ങോട്ട് മാറാൻ പറയണം. പെട്ടെന്ന് രേവതി പറഞ്ഞു, അമ്മ എന്താ പറയണേ, ഞാനത് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന കണ്ടില്ലേ എന്ന് ചോദിക്കാം. അത് കണ്ടു, അതൊക്കെ എനിക്കറിയാം, എന്റെ മകന്റെ കല്യാണം എനിക്ക് ചെയ്യാനറിയാം, ഇങ്ങോട്ട് മാറാനും പറഞ്ഞുകൊണ്ട് രേവതിനെ അങ്ങോട്ട് മാറ്റുവാണ്. ഈ സമയം തിരുമേനി പറഞ്ഞു, അതെ അവള് ചെയ്തോളും, അവള് പണ്ട് മുതൽ ഇങ്ങനെ ഇവിടെ വെച്ച് സഹായിക്കുന്നതാന്ന് പറയണം. അങ്ങനെയാണോ, പക്ഷെ ഇവിടെ അത് വേണ്ട, ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞ് ചന്ദ്രമതി അടുക്കലേക്ക് കയറിയിട്ട് ചന്ദ്രമതി ഓരോന്നും ചെയ്യുവാണ്. പെട്ടെന്ന് അവിടെ ഇരിക്കുന്ന ഒരു ചെറിയ വിളക്ക് തട്ടിയിട്ടു. ഇത് കണ്ടതും തിരുമേനി പറഞ്ഞു, വയ്യാത്ത പട്ടി എന്തിനാ കയ്യാളെ കയറാൻ പോകുന്നത്, ഇതിന് വല്ല ആവശ്യമുണ്ടോ, ആ രേവതി മര്യാദയ്ക്ക് ചെയ്തോണ്ടിരുന്നല്ലേ, ഒന്ന് പോയി തരാമെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ പിന്നെ വേറൊന്നും പറയാനില്ല, ആകെ പടം നാണം കെട്ട് തല ഒഴിക്കുക ചന്ദ്രമതി. ബാമ പറഞ്ഞു, ഇങ്ങോട്ട് വാ ചന്ദ്രയെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിനെ അങ്ങോട്ട് വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാണ്. ചന്ദ്രമതിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, രേവതിനെ മുന്നിലാണ് നാണം കിട്ടിയിരിക്കുന്നത്. പിന്നീട് രേവതി അങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ട് നേരെ സച്ചിനെ വിളിക്കുകയാണ്. സച്ചിനെ വിളിച്ചിട്ട് എവിടെയാന്ന് ചോദിക്കുകയാണ്. ഞാൻ ഓട്ടം പോവാതിരിക്കാൻ പറ്റുമല്ലോ, കാരണം എന്താണെന്നറിയാവോ, നമ്മുടെ കഞ്ഞൂടി അതല്ലേ, കാറിന്റെ ഡ്യൂ അടയ്ക്കണം, അല്ലാതെ കല്യാണം എന്ന് പറഞ്ഞാൽ അവിടെ വന്നിരുന്നിട്ട് കാര്യമില്ലോ. അതെ മുഹൂർത്തത്തിന് മുമ്പ് ഇങ്ങോട്ട് എത്തിയേക്കണം പറയാം. നോക്കട്ടെ എത്തിയേക്കാന്ന് പറയാം, അല്ലെങ്കിൽ അറിയാലോ പിന്നെ അത് മതി, പിന്നെ ഒരു കാരണം ഉണ്ടാക്കി എല്ലാരും കൂടെ വഴക്കുണ്ടാക്കാനായിട്ട്. അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല, ഞാൻ ആ കൃത്യം മുഹൂർത്തത്തിന് മുമ്പിനാണ് എത്തിയേക്കാം. പെണ്ണെത്തിയോന്ന് ചോദിക്കാം. പെണ്ണെത്തിയെന്ന് പറയാം, അങ്ങനെ വരാൻ വഴിയുള്ളതല്ലോ. അല്ല ശ്രുതി ആയതുകൊണ്ട് പറയാ, ശ്രുതിയുടെ സ്വഭാവം വെച്ച് പെണ്ണെത്തേണ്ടതല്ല, എന്തോ ഒരു അനുഭവം സംഭവിച്ചിട്ടുണ്ടെന്ന് പറയാം. ശരി എന്ന് പറഞ്ഞിട്ട് രേവതി കോള് വെക്കുവാണ്. ഈ സമയത്ത് ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്നില്ല. ശ്രുതി പറഞ്ഞു, എനിക്ക് എങ്ങനെയല്ലേ സത്യം പറഞ്ഞേ പറ്റുള്ളൂ, ഇനിയിപ്പൊ സത്യം പറഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷെ കല്യാണത്തിന് ശേഷം ആകെപ്പാടെ അത് പ്രശ്നമാവും. ചിലപ്പോൾ കല്യാണത്തിന് മുഹൂർത്ത സമയത്തായിരിക്കും അവൻ ഇങ്ങോട്ട് വരുന്ന നവീന്, അവൻ വന്നെന്റെ ജീവിതം തകർക്കും എന്നുള്ള എനിക്ക് ഉറപ്പാ. എനിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല മീര എന്ന് പറയണം. നീ ഒന്നും മിണ്ടാതിരിക്കാവോ, നീ ഇപ്പൊ ഒന്നും പറയാൻ പോണ്ടെന്ന് പറയാം. ഒന്നും പറയായിരുന്ന എങ്ങനെ ശരിയാവണേ, ഇപ്പൊ പറയണോ, ഒരു പക്ഷേങ്കില് ശ്രുതിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുമായിരിക്കും, അവന് എന്റെ മനസ്സ് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ ഒരു പക്ഷേങ്കില് ചിലപ്പം എനിക്ക് പറ്റിയ തെറ്റ് കുഴപ്പമില്ല, നിന്നെ വിവാഹം കഴിച്ചോളാന്ന് പറയായിരിക്കും. പക്ഷേങ്കിൽ കല്യാണം മുടക്കാൻ വന്നു കഴിഞ്ഞിട്ട് ആ സമയത്ത് ഞാനിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല ഇത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്,
നേരത്തെ തന്നെ പറയാമെന്ന്. ഇനി നിന്റെ ഇഷ്ടം അങ്ങനെ വെച്ചാൽ അങ്ങനെ നടക്കട്ടെ എന്ന് മീര പറയാ. പിന്നീട് സുധീനെ വിളിക്കുകയാണ്. സുധി കോടെടുത്തിരിച്ച് ഹലോ എന്താന്ന് ചോദിക്കുകയാണ്. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണെന്ന്. സംസാരിച്ചോ? അല്ല എനിക്ക് അത്യാവശ്യമായിട്ട് സംസാരിക്കണ്ട. അത്യാവശ്യമായിട്ട് സംസാരിക്കാമല്ലോ. അന്നാ ഒരു കാര്യം ചെയ്യാം, ഞാനേ ആ മെഡിക്കൽ സ്റ്റോർ വരെ പോയിട്ട് വരട്ടെ. എന്ത് പറ്റി? അതിന് ഷുഗറിന്റെ ഒന്നാണ്ട് ഗുളിക മേടിക്കാൻ. ഷുഗറിന്റെ മെഡിസിനോ? അതിന് സുധിക്ക് ഷുഗർ ഇല്ലല്ലോ. അല്ല നീ പറയാൻ പോകുന്ന പഞ്ചാര വർത്താനല്ലേ, അത് കേട്ട് കഴിയുമ്പോ എനിക്ക് ഷുഗർ കൂടുമല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞ. ഓ ഈ കോമഡി കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ആകെപ്പാടെ മനുഷ്യയുടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് വിളിക്കും. ആ സമയത്താണ് സുധിയുടെ ഒരു വടിച്ച കോമഡി എന്ന് സുധി മനസ്സ് വിചാരിക്കുക. നിനക്ക് എന്താ പറയാനുള്ളത്? അല്ല അത് പിന്നെ ഞാന് എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിക്കി വിക്കി നിൽക്കുവാണ്. ഈ സമയത്ത് ചന്ദ്രമതി സൗണ്ട് കേട്ടെ, മോളേന്നും പറഞ്ഞുകൊണ്ട് ഒരു വിളി കേട്ടെ. ആ വിളി കേട്ടതും ശ്രുതി പെട്ടെന്ന് പറഞ്ഞു, അതെ ഞാൻ ഇച്ചിരി കഴിഞ്ഞിട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യണം. കഥ തുറന്നു നോക്കിയപ്പോൾ ചന്ദ്രമതിയും ബാമേ കല്യാണപ്പുടവയായിട്ട് വന്നതാണ്. ഇത് മോൾക്കുള്ള പുടവേ ആഭരണങ്ങളും പെട്ടെന്ന് ധരിക്ക്, കുറച്ച് സമയം കൂടെ ഉള്ളു മുഹൂർത്തത്തിനെന്ന് പറയാം. ശരി അമ്മയെന്ന് പറയാണ്. പിന്നെ എന്റെ മോളുടെ മുഖം എന്താ വല്ലാതിരിക്കണേ? അത് ഇന്നലെ ഉറക്കളച്ചേന്റെ ആയിരിക്കും എന്ന് പറയാം. അതെ ഉറക്കൊന്നും അധികം അളക്കണ്ട കേട്ടോ, ഇനിയിപ്പോ കുഴപ്പമില്ല, കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് സുഖമായിട്ട് കിടന്നുറങ്ങാലോ, പിന്നെ ഒരു കുഴപ്പമില്ല എന്ന് പറയാം. റെഡിയാവാൻ പറഞ്ഞ് അങ്ങോട്ട് തിരിയുമ്പോ പെട്ടെന്ന് അമ്മേന്ന് വിളിക്കുവാണ് സുധി. എന്താ? ഓടിപ്പോയി കെട്ടിപ്പിടിക്കുവാണ്. ഇത് കണ്ടതും ബാമയുടെ വരെ കണ്ണ് നിറഞ്ഞുപോയി. എന്താ മോളെ എന്ത് പറ്റിന്ന് ചോദിക്കണേ? ഒന്നുമില്ല അമ്മേന്ന് പറയാണ്. പിന്നെ തലമുടിയിലേക്കും തഴുകി, മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, വീട്ടിലേക്ക് വല്ല വരുന്നത്, ഈ അമ്മയുണ്ടല്ലോ കൂട്ടിന്, പിന്നെന്തിനാ മോൾക്ക് സങ്കടമൊന്നും വേണ്ടാന്ന് പറയാണ്. അങ്ങനെ അവര് പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പം മീര പറഞ്ഞു, നിന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു, നിന്റെ അഭിനയം കൊള്ളാന്ന് വേണം. ഇത് അഭിനയം അല്ലടി, ഇത് ഒറിജിനലായിട്ടാ. എനിക്ക് ആകെപ്പാടെ സങ്കടം വന്നു ആന്റീനെ കണ്ടു കഴിഞ്ഞപ്പം, വല്ലാത്തൊരു വിഷമം, ഞാൻ ചതിയാണല്ലോ ചെയ്യുന്നതെന്ന് ഓർത്തിട്ട്. ഇതൊക്കെ ഇപ്പോഴാണ് ആലോചിക്കുന്നത്, ഇതൊക്കെ നേരത്തെ ആലോചിക്കണമായിരുന്നു. കൃത്യം മുഹൂർത്തം ആലോചിച്ചിട്ട് കാര്യമില്ല, സത്യങ്ങളൊക്കെ അവരോട് തുറന്നു പറയുകയാണെങ്കിൽ ഈ ടെൻഷൻ അടിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു പറയാം. എന്നാലും എനിക്ക് സുധീനെ ഒന്ന് വിളിക്കണം, സുധീനെ ഒന്ന് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എനിക്ക് സമാധാനം കിട്ടില്ലെന്ന് പറയാം. ഈ സമയം രേവതി അങ്ങോട്ട് താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ രവീന്ദ്രന്റെ അശോകൻ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, PF-ന്റെ കാര്യം എത്രയും പെട്ടെന്ന് ശരിയാക്കണം എന്ന് ഓർത്തായിരിക്കുന്നത്. അങ്ങനെ ഇനിയിപ്പോൾ അത് ശരിയാക്കി തരും തോന്നില്ല, കേസ് കൊടുക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. അപ്പൊ അശോകൻ ചോദിച്ചു, അല്ല സച്ചി അറിഞ്ഞോ? സച്ചി അറിഞ്ഞിട്ടില്ല, സച്ചി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ വീട്ടിൽ കയറി തല്ലുവല്ലേ, പിന്നെ അത് മതി അടുത്ത പ്രശ്നം, പിന്നെ ഞാൻ കേസും കൂട്ടായിട്ട് നടക്കേണ്ടി വരും. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയത് പണമാ, അതെനിക്ക് വാങ്ങിച്ചെടുക്കേണ്ട എങ്ങനെയാണെന്നറിയാം എന്ന് അശോകനോട് സംസാരിക്കുമായിരുന്നു. ഈ സമയത്ത് രേവതിനെ കണ്ടേ. അല്ല മോളെ സച്ചിനെ വിളിച്ചോ? വിളിച്ചാ എന്ത് പറഞ്ഞാന്? മുഹൂർത്തത്തിന് മുമ്പ് ഇങ്ങോട്ട് എത്തുവോ? എത്താന്ന് പറഞ്ഞിട്ടുണ്ട്, ഓട്ടം ഉണ്ടെന്ന് പറഞ്ഞു. ശരി ശരിയെന്ന് പറയാണ്. പിന്നീട് രേവതി അങ്ങോട്ട് പോണേ. ഈ സമയത്ത് നവീൻ എന്ത് ചെയ്യുവോ, കോൾ എടുത്തിട്ട് പറഞ്ഞു, ആണോ? ഞാൻ തന്നെ ടാക്സി വിളിച്ചേ. അതെ സ്ഥലം പറഞ്ഞിട്ടുണ്ടല്ലോ, കൃത്യസമയത്ത് തന്നെ എത്തണം എന്നൊക്കെ പറയണം. അപ്പൊ നവീൻ ടാക്സി വിളിച്ചിട്ട് കാത്തിരിക്കുക ടാക്സിക്ക് വേണ്ടിയിട്ട്. കൃത്യം അവിടെ തന്നെ മുഹൂർത്തത്തിന് മുമ്പ് തന്നെ താൻ ക്ഷേത്രത്തിൽ എത്തിയിരിക്കും. എന്റെ അടുത്ത് അവളുടെ കളി താൻ ആരാ നമ്മളെ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് നവീൻ പറയാണ്. ഈ സമയത്ത് രേവതി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ്. ഒന്ന് വിളിച്ചാലോ, ഒന്ന് ഇങ്ങോട്ട് സുധിനെ വിളിച്ചു നോക്കാം. അങ്ങനെ വിളിച്ചു നോക്കിയപ്പോ സുധിയുടെ ഫോൺ എൻഗേജ്ഡാ, കിട്ടിയില്ല. അപ്പൊ മീര വെച്ച് എന്താ എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്, ആകെപ്പാടെ ഒരു ടെൻഷനാ. ഒരു കാര്യം ചെയ്യ, നീ പോയി സുധീനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോവാ, അപ്പൊ എനിക്ക് സുധിയോട് നേരിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഇപ്പോഴോ പിന്നെ എപ്പോഴാ? കല്യാണത്തിന് മുമ്പാണെങ്കിൽ കുഴപ്പമില്ല, കല്യാണത്തിന് ശേഷം പറഞ്ഞ് ശരിയാവില്ലെന്ന് പറയണം. എന്നാ ശരി ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മീര അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് രേവതി സച്ചിനെ ഫോൺ ചെയ്യുക. എടി നിന്നോടല്ലേ ഞാൻ പറഞ്ഞ ഓട്ടം പോകാതെ, പിന്നെ എന്തിനാ എപ്പോഴും എപ്പോഴും ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണേ? അത് ഇപ്പം വിളിച്ചാൽ വേറൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാ. എന്ത് കാര്യം? അല്ല അത് പിന്നെ നിങ്ങളുടെ ഏട്ടന്റെ കല്യാണമുള്ള അതിന് അല്ല എന്തെങ്കിലും സമ്മാനം കൊടുക്കണ്ടെന്ന് നിൽക്കും. സമ്മാനം 19 ലക്ഷം രൂപയും കൊണ്ട് പോയിട്ട് ഇനി അവന് ഞാൻ സമ്മാനം കൊടുക്കാനായിട്ട് നിന്നോട് ആരാ പൊട്ടത്തിനൊക്കെ പറഞ്ഞു തന്നെ? അല്ല ആൾക്കാരൊക്കെ ഓർക്കുമല്ലേ നമ്മളൊന്നും കൊടുത്തില്ലെന്ന്. ആരാരും നിന്നോട് പറഞ്ഞോ? ഈ പറയുന്ന ആൾക്കാരുടെയൊക്കെ ഇങ്ങോട്ട് വരാൻ പറ, ഞാൻ അവരോട് സംസാരിക്കാം. അല്ലെ തന്നെ മനുഷ്യന് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന അവസ്ഥയല്ല. ഈ വണ്ടിയുടെ CC ഒക്കെ എങ്ങനെ അടയ്ക്കുമെന്ന് ഓർത്തിരിക്കുമ്പോഴാ അവന് സമ്മാനം കൂടെ മേടിച്ചു കൊടുക്കാൻ പോന്നെ. മിണ്ടരുത്, വെച്ചിട്ട് പോക്കോ, ഞാൻ അങ്ങോട്ട് എത്തിയാക്കാന്ന് പറയുവാണ്. പിന്നെ രേവതി ഫോൺ വെക്കുക. ഈ സമയത്ത് സുധിയുടെ ഫോണിലേക്ക് കോള് വരുവാണ്. നോക്കിക്കഴിഞ്ഞപ്പോ അമ്മയാ. എന്തമ്മേ? അമ്മയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇങ്ങോട്ട് വിളിക്കരുതെന്ന്, പിന്നെ അമ്മ എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കും. അല്ല മോളെ ഞാൻ കൂടുതലൊന്നും പറയണ്ട, ഞാൻ പറഞ്ഞാൽ അമ്മയോട് വിളിക്കരുതെന്ന്. അതെങ്ങനെയാ? പറഞ്ഞാൽ അനുസരിക്കുമല്ലോ. അനുസരിക്കുവായിരുന്നു അന്ന് അവനെയും കൂട്ടി ഇങ്ങോട്ട് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു രേവതിയുടെ വീട്ടിലേക്ക്. വന്നതും പോരാ, വന്നിട്ടാണ് കുറെ സമയം കഴിഞ്ഞ് ഇവിടുന്ന് പോയത്, മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. അല്ല മോളെ എന്നൊന്നും സംഭവിച്ചില്ലല്ലോ, ഇനി ഇപ്പൊ എന്ത് സംഭവിക്കാനാ? കല്യാണം നടന്നെന്ന് പറയാം, ഇല്ല കല്യാണം നടക്കില്ല എന്ന് പറയാം. എന്താ പോലെ നീ ഇങ്ങനെയൊക്കെ പറയണേ? കൂടുതലൊന്നും പറയണ്ട, 10-17 വയസ്സുള്ളപ്പോ എന്നെ ഒരുത്തിനും പിടിച്ച് കെട്ടിച്ചു കൊടുത്തല്ലേ, എന്നിട്ടോ
നിനക്ക് സമാധാനമായോ? എന്റെ ജീവൻ നശിപ്പിച്ചു, ഇപ്പൊ ഞാനായിട്ടൊരു ജീവിതം കൊണ്ടുവന്ന അതും കൂടെ മിക്കവാറും തല്ലിക്കെടുത്തും തോന്നേ. മോളെ ഇങ്ങനൊന്നും പറയരുത്. പിന്നെ എങ്ങനെ പറയണോ? മേലെ എന്റെ ഫോണിലേക്ക് വിളിച്ചേക്കരുത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചേക്കാം, ഫോൺ വെച്ചിട്ട് പൊക്കോണം എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ദേഷ്യപ്പെടുക. പാവം വിമലയ്ക്ക് വല്ലാത്ത സങ്കടമായി. എന്നാലും വിമല പറഞ്ഞ്, സാരമില്ല മോളെ, ഞാൻ നിനക്ക് വേണ്ടി രാവിലെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെ വന്ന, എനിക്ക് കുഴപ്പമൊന്നുമില്ല, മോള് ടെൻഷനൊന്നും അടിക്കണ്ട എന്നും പറഞ്ഞ് വിമല കോള് കട്ട് ചെയ്യണം. ഈ സമയം നേരെ മീര സുധിയുടെ മുറിയിലൂടെ അങ്ങോട്ട് ചെല്ലുവാണ്. മുറിയിലേക്ക് ചെന്ന് ഇനിയിപ്പോൾ തന്നെ സുധി കഥ തന്നു. എന്താ മീര, കാര്യം എന്താന്ന് എനിക്ക് സുധിയോട് കുറച്ച് സംസാരിക്കണ്ടേ? ഇപ്പോഴോ? അതെ, കല്യാണത്തിന് മുമ്പ് സംസാരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം. കുറച്ച് കഴിയുമ്പോൾ എന്റെ മുഹൂർത്തമാ, എന്റെ താലി കെട്ടാ. പിന്നെ നിനക്ക് എന്നോട് എന്താ ഒറ്റയ്ക്ക് പറയാനുള്ളേ? എനിക്കല്ല പറയാനുള്ളേ, ശ്രുതിക്കാന്നുണ്ട്. ശ്രുതിക്കോ? അതെ, എന്തോ കാര്യം സംസാരിക്കണമെന്ന്. ഈ സമയത്താണ് ചന്ദ്രമതിയും ബാമയും അങ്ങോട്ട് കയറി വരുന്നേ. നീ എന്തെടുക്കും എവിടെയെന്ന് ചോദിക്കാം. അല്ല ആന്റി, ഞാന് പൊക്കെ പൊക്കെ പൊക്കെ, നീ ഇതിന്റെ അടുത്ത് വന്ന് എന്നെ സംസാരിക്കാനിരിക്കുന്നേ? കടന്നു പോടുന്നു. നിനക്ക് സംസാരിക്കാനുള്ള നീ ശ്രുതിയോട് പോയി സംസാരിക്കുക. നീ അവളെ പോയി ഒരുക്കാൻ നടക്ക്. അല്ല ശ്രുതിയുടെ അടുത്ത് വന്ന് നിൽക്കുമല്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് മീരേനെ അങ്ങോട്ട് ഓടിച്ചു വിടുവാണ്. ഈ സമയം ശ്രുതി പറഞ്ഞു, ശ്രുതിക്ക് എന്നോട് എന്തോ സംസാരിക്കാണെന്ന് പറഞ്ഞു. സംസാരമൊക്കെ കല്യാണത്തിന് ശേഷം സംസാരിക്കാം, അത് മതി എന്ന് പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഉച്ചയ്ക്ക് വരാട്ടോ. ഒരു 1-2 മണിക്കുള്ളിലാണ് ഞാൻ ചാനലിനകത്ത് നാളത്തെ വിശേഷം ഇടും. അപ്പൊ എല്ലാവരും അത് മറക്കാതെ കാണണം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.